സമ്പന്നനായ മിസ്റ്റർ ടർണറുടെ സ്വകാര്യ പാർക്കിനും ഹാദർലി ഫാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബോസ്കോംബ് തടാകത്തിന്റെ ഏകദേശം 50 വാരയോളം ചെറിയ മുളം ചെടികൾ വെള്ളത്തിലേക്ക് വീണ് തടാകത്തിൽ ഒരു പരവതാനി വിരിച്ച പോലെ കാണപ്പെട്ടു. മരങ്ങൾ നിരനിരയായി നിൽക്കുന്നതിനും അപ്പുറത്തായി കുറച്ചകലെ മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്ന കെട്ടിടത്തിന്റെ ചുവന്ന വെട്ടിത്തിളങ്ങുന്ന ഗോപുരങ്ങൾ ധനികനായ ടർണറുടെ വാസസ്ഥലമാണെന്ന് വിളിച്ചോതുന്നു. ഹാദർലി ഫാമിന്റെ ഭാഗത്തുള്ള വനഭാഗത്ത് വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു. ആ ഭാഗത്തായി തടാകത്തിന് സമീപം നിരനിരയായി നിൽക്കുന്ന മുളകളുടെയും വൃക്ഷങ്ങളുടെയും ഇടയിലായി ഏകദേശം 20 അടിയോളം വീതിയുള്ളതും പുല്ലുമൂടിയതുമായ ഒരു പാതയുണ്ട്. മൃതശരീരം കിടന്ന കൃത്യമായ സ്ഥലം ലെസ്ട്രഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവിടമാകെ നല്ല നനവുള്ള പ്രദേശമായതിനാൽ അടികൊണ്ട് വീണ മനുഷ്യനുണ്ടാക്കിയ പാടുകൾ അവിടമാകെ പതിഞ്ഞു കിടക്കുന്നത് ഞാൻ വേദനയോടെ നോക്കി നിന്നു. എന്നാൽ ഹോംസാകട്ടെ തന്റെ ആകാംക്ഷഭരിതമായ മുഖഭാവവും തുറിച്ചു നോക്കുന്ന കണ്ണുകളുമായി ചവിട്ടി മെതിക്കപ്പെട്ട പുല്ലുകൾക്കിടയിൽ നിന്നും ധാരാളം കാര്യങ്ങൾ വായിച്ചെടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാനാവുമായിരുന്നു. മണം പിടിച്ചു ഓടുന്ന ഒരു നായയെപ്പോലെ അയാൾ അവിടമാകെ ചുറ്റി നടന്ന ശേഷം തന്റെ സുഹൃത്തിന് നേരെ തിരിഞ്ഞു. താങ്കൾ എന്തിനാണ് ആ തടാകത്തിന്റെ അരികിലേക്ക് പോയത്? എന്തെങ്കിലും കണ്ടെത്താനാവുമോ എന്ന് ശ്രമിക്കുകയായിരുന്നു. അവിടെ നിന്നും എന്തെങ്കിലും ആയുധമോ മറ്റോ കിട്ടിയേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഓ മതി, എനിക്ക് സമയമില്ല. നിങ്ങളുടെ അകത്തേക്ക് വളഞ്ഞ ഇടതുകാലിന്റെ പാടുകളാണ് ഇവിടെയെല്ലാം. ഒരു ചെറുപാടുപോലും കണ്ടെത്താനാവും. അതെല്ലാം ആ മുളകൾക്കപ്പുറത്ത് അവസാനിക്കുന്നു. കന്നാലിക്കൂട്ടം ഉഴുതുമറിച്ചതുപോലെ ഇവിടെ മാകെ ഇക്കൂട്ടർ ഉഴുതുമറിക്കും. മുമ്പ് തന്നെ ഞാൻ ഇവിടെ എത്തിയിരുന്നെങ്കിൽ എല്ലാം എത്ര നിസ്സാരമായിരുന്നു. ആ ലോഡ്ജ് സൂക്ഷിപ്പുകാരനും കൂട്ടരും ഇവിടെയാണ് വന്ന് നിന്നത്. എന്നിട്ടോ അവരെല്ലാം കൂടി 6 or 8 തവണ അവർ ആ ശരീരത്തിന് ചുറ്റുമായി വലം വെച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരേ മനുഷ്യന്റെ തന്നെ 3 നിര കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെൻസ് എടുത്ത് നനവ് പറ്റാത്ത വിധം അകലത്തിൽ പിടിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്വയം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് യുവാവായ മക്കാർത്തിയുടെ കാൽപ്പാടുകളാണ്. 2 പ്രാവശ്യം അയാൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം അയാൾ ഓടിയതിനാൽ അയാളുടെ പാദങ്ങൾ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത് കാണാനാവും. എന്നാൽ ഉപ്പൂറ്റിയുടെ പാടുകളാകട്ടെ അത്ര കാണാനും വയ്യ. അത് അയാളുടെ കഥ സത്യമാണെന്ന് വ്യക്തമാക്കുന്നു. തന്റെ പിതാവ് നിലത്ത് വീണുകിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഓടിയെത്തിയതാണ്. ഈ കാൽപ്പാടുകൾ അയാളുടെ പിതാവിൻ്റെതാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ആ യുവാവ് തന്റെ തോക്കിന്റെ പാത്തി തറയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് തന്റെ പിതാവിനെ ശ്രദ്ധയോടെ നോക്കി നിന്നതിൻ്റെതാണ്. അപ്പോൾ ഇതോ? നാം എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? കാൽവിരലുകൾ സമചതുരമോ? അതും തീർത്തും അസാധാരണമായ ബൂട്ടുകൾ. അതിവിടെ വന്നു, അത് പോവുകയും ചെയ്തു, പിന്നെയും വന്നു. തീർച്ചയായും ആ തുണിയെടുക്കുന്നതിനാണ് വീണ്ടും വന്നത്. അപ്പോൾ അത് എവിടെ നിന്നായിരിക്കും വന്നിട്ടുള്ളത്? അദ്ദേഹം തലങ്ങും വിലങ്ങും ഓടി നടന്നു. ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, മറ്റു ചിലപ്പോൾ യഥാർത്ഥ വസ്തുതകളിലേക്ക് എത്തപ്പെട്ടതുപോലെ. ഞങ്ങൾ നടന്ന് കാടിന്റെ അങ്ങേയറ്റത്ത് ആ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ബീച്ച് മരത്തിന് തണലിൽ എത്തിച്ചേർന്നു. ഈ വഴിയുടെ അങ്ങേ തലയ്ക്കൽ വരെ ഹോംസ് നടന്നുപോയി. സംതൃപ്തിയുടെ വിവിധ ഭാവങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറയുന്നതും സന്തോഷസൂചകവുമായി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും ഞാൻ മനസ്സിലാക്കി. കുറച്ചേറെ നേരം അവിടെ തങ്ങിയ ശേഷം അദ്ദേഹം ഇലകളും ഉണങ്ങിയ കമ്പുകളും സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെ നിന്നും ഒരു കവറിൽ ശേഖരിച്ച മണൽ തന്റെ ലെൻസ് ഉപയോഗിച്ച് പലതവണ നിരീക്ഷിച്ചു. തറ മുഴുവനും അരിച്ചു പെറുക്കുക മാത്രമല്ല, മരത്തിന്റെ അങ്ങേയറ്റം വരെ കഴിയാവുന്നിടത്തോളം പരിശോധിച്ച് തൃപ്തി വരുത്തി. പുല്ലിനിടയിൽ കിടന്നിരുന്ന ഒരു പരുക്കൻ കല്ല് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അദ്ദേഹം പരിശോധിച്ച ശേഷം കയ്യിലെടുത്തു സൂക്ഷിച്ചു. അതേ പാതയിൽ കൂടി തന്നെ മുന്നോട്ട് നടന്ന അദ്ദേഹം സാമാന്യം ഉയരമുള്ള പ്രധാന പാതയുടെ അരികിലെത്തി. എല്ലാ തെളിവുകളും അവിടെ ഇല്ലാതാകുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. വളരെയേറെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കേസ് തന്നെയാണിത്. തന്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വലതുവശത്ത് കാണുന്ന ആ നരച്ച വീടായിരിക്കണം ലോഡ്ജ്. ഞാൻ അവിടേക്ക് പോവുകയാണ്. എനിക്ക് മോറനുമായി കുറച്ച് സംസാരിക്കണം. ഒരുപക്ഷെ കുറച്ച് നോട്ടുകളും തയ്യാറാക്കണം. അതിനുശേഷം നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി പോകാം. നിങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പൊയ്ക്കോളൂ, ഞാൻ ഉടനെ തിരിച്ചു വരാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ റോസ് നഗരത്തിൽ തിരിച്ചെത്തി. കാട്ടിൽ നിന്നും ശേഖരിച്ച ആ പരുക്കൻ കല്ല് അപ്പോഴും ഹോംസിന്റെ കയ്യിലുണ്ടായിരുന്നു. മിസ്റ്റർ ലെസ്ട്രഡ്, ഇത് നിങ്ങളിൽ താല്പര്യമുണ്ടാക്കിയേക്കും. ആ കല്ലെടുത്തുയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. ഈ കല്ലാണ് കൊലയാളി കൊല നടത്താൻ ഉപയോഗിച്ചത്. ഞാനതിൽ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അതിലൊന്നുമില്ല. എങ്കിൽ പിന്നെ അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ഇതിന്റെ അടിയിൽ പുല്ല് വളരുന്നുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇതവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് വ്യക്തമാകുന്നില്ല. ഇത് ആ മുറിവുകൾക്ക് അനുയോജ്യമായതാണ്. മറ്റൊരായുധവും ഉപയോഗിച്ചതായി കണ്ടെത്താനായില്ല. അപ്പോൾ കൊലയാളി? നല്ല നീളമുള്ള ഒരു മനുഷ്യൻ. ആളിടം കയ്യനാണ്.
വലതുകാലിന് മുടന്തുണ്ട്. വേട്ടയ്ക്കുപയോഗിക്കുന്ന തരം നല്ല കട്ടിയുള്ള സോളുകൾ കൊണ്ടുണ്ടാക്കിയ ബൂട്ടാണ് അയാൾ ധരിച്ചിരുന്നത്. ചാരനിറത്തിലുള്ള ഓവർകോട്ടും അയാൾ ധരിച്ചിരുന്നു. ഇന്ത്യൻ ചുരുട്ടാണ് അയാൾ വലിച്ചിരുന്നത്. അതിനായി ഒരു ചുരുട്ട് പിടിയും അയാൾ കൈവശം വെച്ചിരുന്നു. അയാളുടെ പോക്കറ്റിൽ അത്ര മൂർച്ചയില്ലാത്ത ഒരു പേനക്കത്തിയും സൂക്ഷിച്ചിരുന്നു. ഇനിയും ധാരാളം തെളിവുകളുണ്ട്. എന്നാൽ നമ്മുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും തെളിവുകളെ ആവശ്യമുള്ളൂ. ലെസ്റ്റഡ് പൊട്ടിച്ചിരിച്ചു. ഞാൻ ഇപ്പോഴും ഒരു അവിശ്വാസി തന്നെയാണെന്ന് തോന്നുന്നു. സിദ്ധാന്തങ്ങളൊക്കെ മഹത്തരം തന്നെ. എന്നാൽ നാം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് തലക്കനമുള്ള ബ്രിട്ടീഷ് നീതിന്യായത്തോടാണെന്ന് ഓർക്കണം. അത് സാരമില്ല, ശാന്തസ്വരത്തിൽ ഹോംസ് മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ അന്വേഷിക്കുക. ഞാൻ എൻ്റെ വഴിയെയും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അല്പം തിരക്കിലായിരിക്കും. ഒരുപക്ഷെ വൈകുന്നേരത്തെ ട്രെയിനിൽ ലണ്ടനിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും. ഈ കേസന്വേഷണം പൂർത്തിയാക്കാതെയോ? ഇല്ല, കേസ് തീർന്നിട്ട് തന്നെ. പക്ഷേ ഈ ദുരൂഹതകൾ അതെല്ലാം കണ്ടെത്തി കഴിഞ്ഞല്ലോ. എങ്കിൽ ആരാണ് കൊലയാളി? ഞാൻ പറഞ്ഞ ആ മാന്യൻ തന്നെ. പക്ഷേ അയാൾ ആരാണ്? തീർച്ചയായും അത് കണ്ടെത്താൻ വലിയ പ്രയാസമില്ല. ഈ പ്രദേശം അത്രമാത്രം ജനനിബിഡമായ ഒന്നല്ലല്ലോ. ലെസ്റ്റഡ് തൻ്റെ തോളുകൾ കുലുക്കി. ഞാനൊരു പ്രായോഗിക മനുഷ്യനാണ്, അയാൾ പറഞ്ഞു. മുടന്തുള്ള ഇടംകയ്യനായ ഒരു മാന്യനായ മനുഷ്യനെ അന്വേഷിച്ച് ഈ നാട് മുഴുവൻ അലഞ്ഞു നടക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ തീർച്ചയായും സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ പരിഹാസ കഥാപാത്രമായി മാറും. എല്ലാം ശരിയാണ്, ഹോംസ് ശാന്തനായി പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരവസരം നൽകി. ഇതാ നിങ്ങളുടെ താമസ സ്ഥലം. ഞങ്ങൾ വിട വാങ്ങുന്നു. ഞാൻ തിരിച്ചു പോകും മുമ്പ് തന്നെ നിങ്ങൾക്ക് എഴുതുന്നതാണ്. ലെസ്റ്റഡിനെ അയാളുടെ താമസ സ്ഥലത്തിറക്കിയ ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഞങ്ങളുടെ ഉച്ചഭക്ഷണം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോംസ് നിശബ്ദനും ചിന്താകുലനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേദനാജനകമായ എന്തോ ഉണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ആകപ്പാടെ കുഴങ്ങിയ ഒരവസ്ഥയിൽ എത്തപ്പെട്ടവനെ പോലെ. വസ്ത്രമൂരി മാറ്റുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ വാട്സൺ, ഇവിടെ ശ്രദ്ധിക്കുക. ഈ കസേരയിൽ കുറച്ചു നേരം ഇരിക്കുക. എനിക്ക് താങ്കളോടൊരു ചെറു പ്രസംഗം തന്നെ നടത്തേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. നിങ്ങളുടെ ഉപദേശത്തെ ഞാൻ വിലമതിക്കുന്നു. ഒരു സിഗരറ്റിന് തീ കൊടുത്തു. ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. ദയവായി കാര്യം പറയൂ. ശരി, ഞാൻ കാര്യത്തിലേക്ക് വരാം. ആദ്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ 2 കാര്യങ്ങൾ നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. യുവാവായ മക്കാർത്തിയുടെ ഈ കേസിനെക്കുറിച്ചുള്ള വിശദീകരണം കേട്ടപ്പോൾ നമ്മിൽ എത്ര പെട്ടെന്നുണ്ടായ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അയാളുടെ കഥയിൽ സത്യം കാണാൻ ശ്രമിച്ചു. നിങ്ങൾ മറിച്ചാണ് ചിന്തിച്ചത്. ഒന്നാമത്തെ കാര്യം, യുവാവിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതനുസരിച്ച് അയാളുടെ പിതാവ് അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ കൂയി എന്ന ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, മരിക്കുന്നതിന് തൊട്ടു മുമ്പായി അയാൾ പറഞ്ഞ റാറ്റ് എന്ന വാക്കാണ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. മരിക്കുന്നതിന് മുമ്പായി അയാൾ അവ്യക്തമായി പലതും പറഞ്ഞെങ്കിലും ആ യുവാവിന് മനസ്സിലാക്കാനായത് ആ വാക്ക് മാത്രമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഊന്നി വേണം നമ്മുടെ അന്വേഷണം തുടങ്ങേണ്ടത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മുഖവിലയ്ക്കെടുത്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അങ്ങനെയെങ്കിൽ ഈ കൂയി വിളി എന്താണ്? നല്ലത്. തീർച്ചയായും ആ കൂയി വിളി മകനെ ഉദ്ദേശിച്ചായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. മകൻ ബ്രിസ്റ്റളിലാണെന്ന് അയാൾക്കറിയാമായിരുന്നു. തൻ്റെ ശബ്ദപരിധിയിൽ തന്നെ മകൻ ഉണ്ടായിരുന്നത് തികച്ചും യാദൃച്ഛികമാണ്. താൻ ആരെ കാണുന്നതിനായിട്ടാണോ ആ തടാകത്തിനടുത്ത് എത്തിയത്, അയാളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്നതിനായിട്ടാണ് അയാൾ കൂയി എന്ന് നീട്ടിക്കൂവിയത്. കൂയി എന്ന വിളി ഓസ്ട്രേലിയക്കാരുടെ ഇടയിൽ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനെയെങ്കിൽ മിസ്റ്റർ മക്കാർത്തി ബോസ്കോമ്പ് തടാകക്കരയിൽ കാണാൻ ഉദ്ദേശിച്ചിരുന്ന വ്യക്തി അയാളോടൊപ്പം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ റാറ്റ് എന്ന ശബ്ദമോ? ഷെർലക് ഹോംസ് തൻ്റെ പോക്കറ്റിൽ നിന്നും മടക്കി വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് നിവർത്തി മേശപ്പുറത്ത് വെച്ചു. ഇത് വിക്ടോറിയ കോളനിയുടെ ഒരു സ്കെച്ചാണ്, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇതിനായി ഞാൻ ബ്രിസ്റ്റളിലേക്ക് ഫോൺ ചെയ്തിരുന്നു. തൻ്റെ കൈ ആ പേപ്പറിൽ ഒരു ഭാഗം മറച്ചു വയ്ക്കും വിധം ഊന്നിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കെന്താണ് വായിക്കാനാവുന്നത്? എ റാറ്റ്, ARAT. ഇപ്പോഴോ? തൻ്റെ കൈ ആ ഭാഗത്തു നിന്നും മാറ്റി മറുഭാഗത്തെ മറച്ചുകൊണ്ട് ചോദിച്ചു, ബെല്ല റാറ്റ്. അതെ, അതുതന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്. അതിലെ അവസാനത്തെ ഉച്ചാരണം, അതായത് റാറ്റ് എന്ന് മാത്രമേ അയാളുടെ മകന് മനസ്സിലാക്കാനായുള്ളൂ. കൊലയാളിയെക്കുറിച്ചുള്ള സൂചന മകന് നൽകാനാണ് അയാൾ ശ്രമിച്ചത്. ബെല്ലാറാറ്റിലെ ഇന്നയാൾ എന്നാണ് അയാൾ സൂചിപ്പിച്ചത്. ഹോ, അത്ഭുതം തന്നെ, ഞാൻ അതിശയത്തോടെ പ്രതികരിച്ചു. അത് നിങ്ങൾക്ക് വ്യക്തമല്ലേ? ഞാനിപ്പോൾ കാര്യങ്ങളെ ഏറ്റവും ചുരുക്കിയിരിക്കുകയാണെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി 3ാമത്തെ കാര്യത്തിലേക്ക് വരാം. അത് ആ ചാരനിറത്തിലുള്ള വസ്ത്രത്തിൻ്റെ കാര്യമാണ്.
ആ യുവാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇക്കാര്യത്തിൽ വിശ്വസിക്കാമെങ്കിൽ അതും സത്യം തന്നെയായിരിക്കണം. വെറും ഊഹാപോഹങ്ങളിൽ നിന്നും നാം ഇപ്പോൾ വ്യക്തമായ ചില നിഗമനങ്ങളിലേക്ക് തന്നെയല്ലേ എത്തിയിരിക്കുന്നത്. ബെല്ലാറാറ്റിൽ നിന്നുമുള്ള ഓസ്ട്രേലിയക്കാരൻ, അയാൾ ചാരനിറത്തിലുള്ള മേൽവസ്ത്രം ധരിച്ചിരുന്നു. തീർച്ചയായും ആ ഗ്രാമത്തിലുള്ള ഒരാൾക്ക് ആ തടാകത്തിൻ്റെ അരികിലേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ ഫാമിലൂടെ വേണം, അല്ലെങ്കിൽ എസ്റ്റേറ്റ് വഴി. അങ്ങനെയെങ്കിൽ അപരിചിതരായ മനുഷ്യർക്ക് അവിടേക്ക് എത്തുക അത്ര എളുപ്പമല്ല. അതും ശരിയാണ്. അപ്പോൾ നാം നമ്മുടെ ഇന്നത്തെ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലേക്കെത്താം. അവിടുത്തെ മണ്ണിൽ നടത്തിയ പരിശോധനയിൽ നിന്നും എനിക്ക് വ്യക്തമായ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറ്റവാളിയിലേക്ക് വെളിച്ചം വീശാൻ ഉതകുന്ന ചില സൂചനകൾ ഞാൻ ആ പമ്പരവിഡ്ഢിയായ ലെസ്റ്റഡിന് നൽകിയത്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? എൻ്റെ രീതികൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. നിസ്സാരമായ വസ്തുതകളെ വിശകലനം ചെയ്താണ് ഞാനതെല്ലാം കണ്ടെത്തുന്നത്. അയാളുടെ ഉയരത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ആ കാൽപ്പാടുകൾ തമ്മിലുള്ള അകലം നിരീക്ഷിച്ച് ഊഹത്തിൽ പറഞ്ഞതാണെന്നും കാൽപ്പാടുകളെ മനസ്സിലാക്കിയാണ് ബൂട്ടിനെക്കുറിച്ച് സൂചിപ്പിച്ചതെന്നും എനിക്കറിയാം. അതെ, അത് വളരെ വ്യത്യസ്തമായ ബൂട്ടുകളായിരുന്നു. പക്ഷേ അയാളുടെ മുടന്തിനെക്കുറിച്ചോ? അയാളുടെ വലതുകാലിൻ്റെ പാടുകൾ ഇടതുകാലിൻ്റെ പാടുകളേക്കാൾ വളരെ നേരിയ തോതിലേ കാണപ്പെട്ടുള്ളൂ. എന്ന് വെച്ചാൽ അയാൾ വളരെ കുറച്ച് ബലം മാത്രമേ വലതുകാലുകൊണ്ട് ഭൂമിയിൽ പ്രയോഗിച്ചുള്ളൂ. എന്തുകൊണ്ട്? അയാൾ മുടന്തനായിരുന്നതുകൊണ്ട്. അയാൾ മുടന്തനായിരുന്നു. പക്ഷേ അയാൾ ഇടം കയ്യനായിരുന്നെന്ന് പ്രേതപരിശോധകനായ ഡോക്ടർ മുറിവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നത് വായിച്ചപ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടില്ലേ? ആ ഇടി കിട്ടിയത് തൊട്ടു പിന്നിൽ നിന്നും വളരെ പെട്ടെന്നായിരുന്നു. അതും ഇടതുവശത്ത്. ഇടം കയ്യനായ ഒരു മനുഷ്യനല്ലാതെ ആർക്കാണ് അങ്ങനെ ഇടിക്കാൻ കഴിയുന്നത്? അച്ഛനും മകനും തമ്മിൽ വഴക്കടിച്ചിരുന്ന സമയത്ത് അയാൾ ആ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു. അവിടെ നിന്നിരുന്ന അയാൾ അപ്പോഴും പുകവലിക്കുന്നുണ്ടായിരുന്നു. സിഗരറ്റിൻ്റെ ചാരം ഞാൻ അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. സിഗരറ്റ് ചാരത്തെക്കുറിച്ച് എനിക്കുള്ള പ്രത്യേകമായ അറിവുപയോഗിച്ച് ഞാനത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാനായി അത് ഇന്ത്യൻ സിഗരറ്റാണെന്ന്. താങ്കൾക്കറിയാമല്ലോ, വലിക്കാനായി ഉപയോഗിക്കുന്ന പുകയിലയുടെ സ്വഭാവമനുസരിച്ച് ഞാൻ ഏതാണ്ട് 140 വ്യത്യസ്ത തരത്തിലുള്ള സിഗരറ്റ്, ചുരുട്ട്, പൈപ്പ് എന്നിവയെക്കുറിച്ചൊരു പ്രബന്ധം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന കാര്യം. ചാരം കണ്ടതിനു ശേഷം ഞാൻ നടത്തിയ അന്വേഷണത്തിൽ വലിച്ച സിഗരറ്റിൻ്റെ കുറ്റി പുല്ലിനിടയിൽ നിന്നും എനിക്ക് കിട്ടി. അത് ഇന്ത്യൻ പുകയിലയായിരുന്നു. റോട്ടർഡാമിലാണ് അത് ചുരുളുകളാക്കിയത്. എങ്കിൽ ചുരുട്ടിൻ്റെ പിടിയുടെ കാര്യം? ആ ചുരുട്ടിൻ്റെ മറ്റേ അറ്റം അയാളുടെ ചുണ്ടുകളിലല്ല പിടിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ചുരുട്ടിൻ്റെ പിടി അയാളുടെ കയ്യിലുണ്ടായിരിക്കണം. സിഗരറ്റിൻ്റെ അറ്റം കടിച്ചു കളഞ്ഞതല്ലെന്നും അത് മൂർച്ചയില്ലാത്ത ഒരു കത്തി കൊണ്ട് മുറിച്ചു കളയുകയാണുണ്ടായതെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ മൂർച്ചയില്ലാത്ത ഒരു പേനാക്കത്തി അയാളുടെ കയ്യിലുണ്ടായിരുന്നിരിക്കണം. മിസ്റ്റർ ഹോംസ്, താങ്കൾ ഇപ്പോൾ ആ കുറ്റവാളിക്ക് ചുറ്റും ഒരു വല വിരിച്ചിരിക്കുകയാണ്. താങ്കളുടെ വല പൊട്ടിച്ച് അയാൾക്കിനി ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. സത്യത്തിൽ താങ്കൾ ചെയ്തിരിക്കുന്നത് നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ മുറുകി വന്ന തൂക്കുകയർ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എല്ലാ തെളിവുകളും ഏത് ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കുറ്റവാളി, ഞാൻ പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പ് തന്നെ മിസ്റ്റർ ജോൺ ടർണർ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹോട്ടലിലെ പരിചാരകൻ ഒരു സന്ദർശകനെ കതക് തള്ളിത്തുറന്ന് ഞങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അകത്തേക്ക് കയറി വന്ന മനുഷ്യൻ തികച്ചും വിചിത്ര സ്വഭാവിയും ആകർഷകത്വം തോന്നുന്നതുമായ ഒരു രൂപത്തിനുടമയായിരുന്നു. വളരെ സാവധാനത്തിൽ മുടന്തിയുള്ള നടത്തവും കുനിഞ്ഞ തോളുകളും അയാളിൽ വാർദ്ധക്യ സഹജമായ ദുർബലാവസ്ഥ വിളിച്ചോതി. അയാൾ തീർത്തും അവശനായിരുന്നുവെന്ന് തോന്നിയിരുന്നുവെങ്കിലും കെട്ടുവിടഞ്ഞു കിടക്കുന്ന താടിയും വഴങ്ങാത്ത തലമുടിയും തൂങ്ങിക്കിടക്കുന്ന പുരികങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഗാംഭീര്യവും കരുത്തും ഒന്നുപോലെ അയാളിൽ വിളങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടും. എങ്കിലും അയാളുടെ മുഖം ചാരനിറം കലർന്ന് വെളുത്ത് വിളറിയതും ചുണ്ടുകളും മൂക്കിൻ്റെ അഗ്രഭാഗവും നീലിച്ചും കിടന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗത്തിനടിമയാണെന്ന്. സോഫയിൽ ഇരിക്കൂ എന്ന് ഹോംസ് മാന്യമായി തന്നെ അയാളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ കൊടുത്തുവിട്ട കുറിപ്പ് കിട്ടിയോ? കിട്ടി. ആ ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ അത് എനിക്ക് എത്തിച്ചു തന്നു. അപവാദം ഒഴിവാക്കുന്നതിനായി ഞാൻ ഇവിടെ വന്ന് താങ്കളെ കാണുന്നതാണ് നല്ലതെന്നും എഴുതിയിരുന്നു. ഞാൻ ചിന്തിച്ചത്, ഞാൻ അങ്ങോട്ട് വന്നാൽ ജനങ്ങൾ ആവശ്യമില്ലാത്ത കഥകൾ മെനഞ്ഞേക്കും. ആട്ടെ, താങ്കൾ എന്തിനാണ് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത്? തികച്ചും നിരാശാഭരിതമായ കണ്ണുകളോടെ എൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തനിക്കറിയാമെന്ന ഭാവത്തിലിരുന്നു. ശരിയാണ്. ഹോംസ് വാക്കുകളിലൂടെ മറുപടി പറയുന്നതിനേക്കാൾ തൻ്റെ തുറിച്ചു നോട്ടത്തിലൂടെയാണ് മറുപടി പറഞ്ഞത്. എന്തെന്നാൽ മക്കാർത്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം.
വൃദ്ധനായ ആ മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തി. ദൈവം എന്നെ സഹായിക്കട്ടെ, അയാൾ കരഞ്ഞു. പക്ഷേ ആ ചെറുപ്പക്കാരനൊരു കുഴപ്പമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടതിയിൽ വിചാരണ വേളയിൽ അത് അയാൾക്കെതിരായി മാറിയാൽ ഞാൻ എല്ലാം തുറന്നു പറയാൻ ഒരുക്കമാണെന്ന് അങ്ങേക്ക് ഉറപ്പു തരുന്നു. താങ്കളുടെ തുറന്നു പറച്ചിൽ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഹോംസ് തികച്ചും ഗൗരവത്തിലായിരുന്നു. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞേനെ. എൻ്റെ പ്രിയപ്പെട്ട മകൾ എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത അവൾ അറിഞ്ഞാൽ അത് അവളുടെ ഹൃദയം തകർത്ത് കളയും. കാര്യങ്ങൾ അവിടം വരെ എത്തുകയില്ല, ഹോംസ് പ്രതികരിച്ചു. എന്ത്? ഞാനൊരു ഔദ്യോഗിക പ്രതിനിധിയൊന്നുമല്ല. നിങ്ങളുടെ മകളാണ് എൻ്റെ സാന്നിധ്യം ഈ കേസന്വേഷണത്തിൽ അനിവാര്യമാണെന്ന് ശഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. എന്തു തന്നെ സംഭവിച്ചാലും ആ യുവാവ് രക്ഷപ്പെട്ടിരിക്കും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാലങ്ങളായി പ്രമേഹം എന്നെ വേട്ടയാടുന്നു. എൻ്റെ ഡോക്ടർ ഇപ്പോൾ എനിക്ക് നൽകിയിട്ടുള്ള ആയുസ് 1 മാസം കൂടി മാത്രമാണ്. ജയിലിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീടിൻ്റെ മേൽക്കൂരയ്ക്കുള്ളിൽ മരിക്കാനാണ്. ഹോംസ് സോഫയിൽ നിന്നും എഴുന്നേറ്റ് ഏതാനും പേപ്പറുകളും ഒരു പേനയും കയ്യിലെടുത്തുകൊണ്ട് മേശയുടെ മുകളിൽ കയറിയിരുന്നു. സത്യമെന്താണെന്ന് എന്നോട് പറയുക, അദ്ദേഹം പറഞ്ഞു. എല്ലാ വസ്തുതകളും ഞാൻ രേഖപ്പെടുത്തി വയ്ക്കാം. നിങ്ങളിത് ഒപ്പിട്ട് നൽകിയാൽ മതി. സാക്ഷിയായി വാട്സൺ നിന്നുകൊള്ളും. നിങ്ങളുടെ കുറ്റസമ്മതം മക്കാർത്തി ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന അവസാന അവസരത്തിൽ മാത്രമേ അയാളുടെ രക്ഷയ്ക്കായി ഞാൻ കോടതിയിൽ കൈമാറുകയുള്ളൂ. ഞാൻ താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു, ആവശ്യമില്ലെന്ന് തോന്നിയാൽ ഈ രേഖ ഞാൻ ഉപയോഗിക്കുകയില്ലെന്ന്. അത്രമാത്രം മതി, ആ വൃദ്ധൻ മറുപടി പറഞ്ഞു. കോടതിയിൽ കേസ് ആരംഭിക്കുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടത് എന്നെ ബാധിക്കുന്നില്ല. എന്നാൽ ആലീസിന് അതൊരാഘാതമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ നടന്നതെല്ലാം വളരെ വ്യക്തമായി തന്നെ താങ്കളോട് പറയാം. സംഭവങ്ങളുടെ തുടക്കം മുതൽ വിശദമായി പറയണമെങ്കിൽ സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി പറയാം. മരണപ്പെട്ട മക്കാർത്തിയെക്കുറിച്ച് നിങ്ങൾക്കാർക്കും കൂടുതലായി ഒന്നും അറിയില്ല. പിശാച് ബാധിച്ചവനായിരുന്നു അവൻ. അക്കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലെയുള്ള വൃത്തികെട്ട മനുഷ്യരുടെ പിടിയിൽപ്പെടാതെ ദൈവം താങ്കളെ രക്ഷിക്കട്ടെ. കഴിഞ്ഞ 20 വർഷക്കാലമായി അവൻ്റെ നികൃഷ്ടകരങ്ങളിൽ ഞാൻ അമർന്നു ജീവിച്ചു. അവൻ എൻ്റെ ജീവിതം തകർത്തു. ഞാൻ എങ്ങനെയാണ് അയാളുടെ ആധിപത്യത്തിൽ അമർന്നു പോയതെന്ന് ആദ്യം പറയാം. 60കളുടെ ആരംഭത്തിലാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. ഞാനാകട്ടെ നല്ല ചെറുപ്പം, രക്തം തിളയ്ക്കുന്ന പ്രായം, വകതിരിവില്ലാത്ത പ്രായം, എന്തും ചെയ്യാൻ പ്രേരണ നൽകുന്ന കാലം. വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലൂടെ ഞാൻ എൻ്റെ ചെറുപ്പം മുന്നോട്ട് കൊണ്ടുപോയി. മദ്യപാനം തുടങ്ങി. എന്തിനു കൂടുതൽ വിവരിക്കണം? ഇന്നാട്ടിൽ ഹൈവേ കൊള്ളക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൂട്ടരുണ്ടല്ലോ, ഏതാണ്ട് അതേ അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. എന്ത് തിന്മകളും ചെയ്യാൻ കരുത്തുള്ള 6 പേർ. വന്യമൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചവർ. സാഹചര്യത്തിനനുസരിച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നവർ. ഖനികളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഞങ്ങൾ കൊള്ളയടിച്ചു. ബെല്ലാരാട്ടിലെ കറുത്ത ജാക്ക് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. ഓസ്ട്രേലിയൻ കോളനിയിൽ എൻ്റെ സംഘത്തെ അറിയപ്പെട്ടിരുന്നത് ബെല്ലാറാറ്റ് സംഘം എന്ന പേരിലായിരുന്നു. ഒരു ദിവസം ഖനിയിൽ നിന്നുള്ള സ്വർണവുമായി ഒരു വാഹനവ്യൂഹം ബെല്ലാററ്റിൽ നിന്നും മെൽബോണിലേക്ക് പോകുന്നുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പതിയിരുന്നവരെ ആക്രമിച്ചു. ഞങ്ങൾ 6 പേരുണ്ടല്ലോ, അവരും 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്നുള്ള കടന്നാക്രമണത്തിലൂടെ അവരിൽ 4 പേരെ കൊലപ്പെടുത്തി. കൊള്ള മുതൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഒടുവിൽ ഞാൻ പിസ്റ്റൾ ഡ്രൈവറുടെ നേരെ ചൂണ്ടി. അത് മറ്റാരുമല്ല, ഈ മക്കാർത്തി തന്നെയായിരുന്നു. എൻ്റെ ദൈവമേ, അന്ന് തന്നെ ഞാൻ അവനെ വകവരുത്തിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു. എന്നാൽ ഞാൻ അവനെ കൊല്ലാതെ വെറുതെ വിട്ടു. എന്നാൽ അവൻ്റെ കൗശലമുള്ള കണ്ണുകൾ എൻ്റെ സകലമാന ഭാവങ്ങളെയും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്വർണവുമായി അവിടം വിട്ടു. ഞങ്ങൾ വലിയ സമ്പന്നരായി. തുടർന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കടന്നു. പഴയ ജീവിതം ഉപേക്ഷിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആ പഴയ എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയത്. അവിടെ ഞാൻ തികച്ചും സമാധാനത്തോടെ ജീവിച്ചു. ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ കുഞ്ഞ് ആലീസിന് നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവളെ എന്നെ ഏൽപ്പിച്ച് എൻ്റെ ഭാര്യ ദൈവസന്നിധിയിലേക്ക് പോയി. എന്നെ നേർവഴിയിലേക്ക് നയിച്ചത് അവളുടെ കുഞ്ഞു കരങ്ങളാണ്. ഞാൻ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്നവണ്ണം എൻ്റെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകി തുടങ്ങി. മിസ്റ്റർ മക്കാർത്തിയുടെ കരങ്ങൾ എൻ്റെ മേൽ പിടിമുറുക്കും വരെ എല്ലാം വളരെ ഭംഗിയായി നടന്നു പോന്നു. ഒരു കാര്യം അന്വേഷിച്ചറിയാനായി ഞാൻ അന്ന് നഗരത്തിലേക്ക് പോയി. അവിടെ റീജന്റ് സ്ട്രീറ്റിൽ വെച്ചാണ് ഞാൻ മക്കാർത്തിയെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഒരു സൂട്ടോ കോട്ടോ അവൻ്റെ കൈവശം അപ്പോൾ ഉണ്ടായിരുന്നില്ല. തികച്ചും ദരിദ്രമായ അവസ്ഥ. നമ്മൾ ഇവിടെയായി ജാക്ക്, എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്കെന്നും ഒരു കുടുംബം പോലെ ആയിരിക്കും. ഞങ്ങൾ 2 പേരുണ്ട്, ഞാനും എൻ്റെ മകനും. ഞങ്ങളുടെ സംരക്ഷണം ഇനി നിങ്ങൾക്കാണ്. ഇനി നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നതെങ്കിൽ
വളരെ നല്ലത്. ഇംഗ്ലണ്ട് നിയമത്തെ മാനിക്കുന്ന രാജ്യമാണല്ലോ. വെളിപ്പാടകലെ ഒരു പോലീസുകാരൻ എപ്പോഴും ഉണ്ടാകുമല്ലോ. അങ്ങനെ അവൻ എന്നോടൊപ്പം വെസ്റ്റ് കൺട്രിയിലെത്തി. പിന്നീട് അവൻ തിരിച്ചു പോകുന്നതിന് ശ്രമിച്ചതുമില്ല. എൻ്റെ ഏറ്റവും നല്ല ഭൂമിയിൽ യാതൊരു വാടകയും നൽകാതെ ഇക്കാലം വരെയും അവർ ജീവിച്ചു. എൻ്റെ വിശ്രമ ജീവിതം അവസാനിച്ചു. എൻ്റെ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒന്നും മറക്കാൻ എനിക്കാവുമായിരുന്നില്ല. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവൻ്റെ കുശാഗ്രബുദ്ധിയുള്ള കണ്ണുകൾ എന്നെ പിന്തുടർന്നു. ആലീസ് വളരും തോറും എൻ്റെ ആശങ്കകളും വളർന്നു വന്നു. പോലീസ് അറിയുന്നതിനേക്കാൾ എൻ്റെ കഴിഞ്ഞ കാലം എൻ്റെ മകൾ അറിയുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ എന്തെല്ലാം എന്നോട് ആവശ്യപ്പെട്ടോ അതെല്ലാം യാതൊരു ചോദ്യവും ഉന്നയിക്കാതെ ഞാൻ അവന് നൽകിക്കൊണ്ടിരുന്നു. പണം, ഭൂമി, വീട്, അങ്ങനെ പലതും. അവസാനം അവൻ എന്നോട് ചോദിച്ചത് മാത്രം നൽകാൻ എനിക്കാവുമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ആലീസിനെ. എൻ്റെ മകൾ വളർന്നതിനൊപ്പം തന്നെ അവൻ്റെ മകനും വളർന്നു വന്നു. എൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്തു. ഇതൊരവസരമായിട്ടാണ് അവൻ കണ്ടത്. എൻ്റെ എല്ലാ സ്വത്തുക്കളും അവൻ്റെ മകൻ്റെ നിയന്ത്രണത്തിൽ എത്തിക്കുന്നതിനാണ് അവൻ പരിശ്രമിച്ചത്. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ മാത്രം ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. അവൻ്റെ ആ ശാപം കിട്ടിയ വംശത്തെ എൻ്റെ വംശവുമായി കൂട്ടിക്കലർത്തുന്നതിന് ഞാൻ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. ആ പയ്യനോട് എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല. എന്നാൽ അവൻ്റെ സിരകളിൽ ഓടുന്നതും മറ്റവൻ്റെ രക്തം തന്നെയല്ലേ? അതുപോരെ? ഞാൻ ഉറച്ച നിലപാടിൽ തന്നെ നിന്നു. മക്കാർത്തി ഭീഷണിപ്പെടുത്തി. നിനക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളാൻ ഞാൻ അവനെ വെല്ലുവിളിച്ചു. ഈ വിഷയം സംസാരിക്കുന്നതിനായി തടാകത്തിനടുത്തായി ഏതാണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഞങ്ങളൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി. ഞാൻ അവിടെ എത്തുമ്പോൾ കണ്ടത് മക്കാർത്തിയും അയാളുടെ മകനും തമ്മിൽ വാക്കേറ്റം നടക്കുന്നതാണ്. ഞാനൊരു സിഗരറ്റിന് തീപിടിപ്പിച്ച് വലിച്ചുകൊണ്ട് അവൻ തനിച്ചാവുന്നതും കാത്ത് ആ മരത്തിൻ്റെ മറവിലിരുന്നു. ഞാൻ അവരുടെ സംസാരം ശ്രദ്ധിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കോപവും പ്രതികാരവും നിറഞ്ഞുപൊന്തി. എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് അവൻ മകനെ നിർബന്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും പരിഗണിക്കാതെ റോഡരികിലെ വേശ്യാത്തെരുവിലുള്ള ഒരു പെൺകുട്ടിയോടെന്ന പോലെയാണ് അവൻ പെരുമാറിയത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വിലമതിക്കുന്ന സർവ്വവും അവൻ്റെ നീചമായ കൈകളിൽ അമരുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അതെന്നെ ഭ്രാന്തിൻ്റെ വക്കിലേക്ക് തള്ളിവിട്ടു. എന്തുകൊണ്ട് ആ ഉടമ്പടി എനിക്ക് തകർത്തുകൂടാ? ഇപ്പോൾ തന്നെ എൻ്റെ ആരോഗ്യം നശിച്ച് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മനക്കരുത്തും ഭേദപ്പെട്ട ആരോഗ്യവും എന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ ഓർമ്മകളും എൻ്റെ മകളും നിന്ദ്യമായ ആ നാവ് നിശബ്ദമാക്കിയാൽ ഇത് രണ്ടും എനിക്ക് സംരക്ഷിക്കാനാവും. മിസ്റ്റർ ഹോംസ്, ഞാനത് ചെയ്തു. വേണ്ടി വന്നാൽ ഇനിയും ഞാൻ അതുതന്നെ ചെയ്യും. കടുത്ത പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിഷ്ടജീവിതം ഞാൻ ജീവിച്ചത് ഒരു രക്തസാക്ഷിയുടെ പരിവേഷത്തോടെയാണ്. എന്നാൽ എൻ്റെ മകളെ കൂടി അതേ പാതയിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ദയയുടെ കണിക അല്പം പോലും എന്നിൽ അവശേഷിപ്പിക്കാതെ ഒരു വിഷജന്തുവിനെ കൊല്ലുന്നത് പോലെ ഞാൻ അവനെ അടിച്ചു കൊന്നു. അവൻ്റെ കരച്ചിൽ കേട്ട് അവൻ്റെ മകൻ ഓടിയെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് മറഞ്ഞു. എൻ്റെ ഓവർകോട്ട് ഓട്ടത്തിനിടയിൽ താഴെ വീണ് പോയിരുന്നതിനാൽ തിരികെ അങ്ങോട്ട് തന്നെ പോകാൻ ഞാൻ നിർബന്ധിതനായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ശരി, നിങ്ങൾക്കെതിരെയുള്ള വിധി പ്രസ്താവിക്കേണ്ടത് ഞാനല്ലല്ലോ. താൻ എഴുതി തയ്യാറാക്കിയ കുറ്റസമ്മതമൊഴിയിൽ വൃദ്ധനെ കൊണ്ട് ഒപ്പിടിയിക്കുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് നാം ഒരിക്കലും വിധേയരാകാൻ ഇടയാക്കരുതേ എന്നാണ്. അങ്ങനെ വേണ്ട സാർ. പിന്നെ താങ്കൾ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? താങ്കളുടെ ആരോഗ്യം പരിഗണിച്ച് ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കണക്കുകൾ താമസിയാതെ തന്നെ ഇവിടുത്തെ ന്യായാധിപനേക്കാൾ വലിയവനായ സൃഷ്ടാവിൻ്റെ മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. നിങ്ങളുടെ കുറ്റസമ്മതമൊഴി ഞാൻ എൻ്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കും. ഇനി അതിൻ്റെ ആവശ്യമുണ്ടായില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഈ രഹസ്യം ആരും തന്നെ അറിയുകയില്ല. ഇനി നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ഈ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. വിടവാങ്ങുന്നു, ആ വൃദ്ധൻ വികാരഭരിതനായി പറഞ്ഞു. നിങ്ങളുടെ മരണക്കിടക്കയുടെ സമയമെത്തുമ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയതിനേക്കാൾ സമാധാനം അന്ന് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. തൻ്റെ ശരീരത്തെ ആകമാനം വിറപ്പിച്ച് ആ വലിയ മനുഷ്യരൂപം സാവധാനം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം ഹോംസ് പറഞ്ഞു, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാവപ്പെട്ട മനുഷ്യപ്പുഴുക്കൾക്ക് നേരെ വിധി എന്തിനാണ് ഇത്രമാത്രം കുതന്ത്രങ്ങൾ നടത്തുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്തരമൊരു കേസിനെക്കുറിച്ച് കേട്ടുകേഴ്വി പോലുമില്ല. അതിനാൽ ബാക്സ്റ്ററുടെ വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹവും പേറി അതാ ഷെർലക് ഹോംസ് കടന്നു പോകുന്നു. ഷെർലക് ഹോംസ് പ്രതിഭാഗം വക്കീലിന് എഴുതി നൽകിയ നിരവധി തടസ്സവാദങ്ങളുടെ പിൻബലത്താൽ കോടതിയും മക്കാർത്തി പയ്യനെ വെറുതെ വിട്ടു. ഞങ്ങളും വൃദ്ധനായ ടർണറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെറും 7 മാസങ്ങൾ മാത്രമാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരുപക്ഷെ ആ മകനും മകളും അവരുടെ മേൽ കഴിഞ്ഞ കാലം മൂടിയിട്ട കരിമേഘങ്ങളെ തള്ളിമാറ്റി ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടാവാം.